മെറ്റ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബാല്യത്തിൽ ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ കരുതേണ്ടതെന്ന് ചുരുക്കമായി പറഞ്ഞു. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അവരെ ദൈവികമായിട്ടുള്ള ശിക്ഷണത്തിൽ വളർത്തുകയും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും ജ്ഞാനം വേണ്ടത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്ഞാനത്തോടുകൂടി അവരെ വളർത്തിയില്ലെങ്കിൽ പ്രയാസം ഉണ്ടാകും. അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ചെറുപ്പത്തിലെ ഏറ്റവും കർക്കശമായിട്ടുള്ള രീതിയിൽ പട്ടാള ചിട്ടയിൽ ഭവനത്തിൽ വളർത്തിയതുകൊണ്ട് സ്നേഹമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി അവൻ്റെ ജീവിതം. അതുപോലെ തന്നെ അവൻ്റെ അമ്മ ചില പിതാവിനെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. അതുപോലെ ജീവിതത്തിലെ വലിയ പ്രയാസത്തിൽ കൂടി വലിയ ഒരു റിബല്യസ് നേച്ചറിൽ കൂടി കടന്നു പോകാനായിട്ട് ഇടവന്നതിൻ്റെ ഭവിഷ്യത്താണ് പിന്നീട് അവനെ മനുഷ്യരെ കൊല്ലുക എന്നുള്ളൊരു വലിയ റിവെഞ്ചിലേക്ക് അവൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ അവരുടെ മാനസികമായിട്ടും അവരുടെ മനസ്സിനെ കരുപ്പിടിപ്പിക്കുക, സ്വഭാവത്തെ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോള് മാതാപിതാക്കൾ ചെയ്യണം. മാതാപിതാക്കളിന് സമയമില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഓഫീസിൽ ഭയങ്കര പണിയാണ്, ഞാൻ വരുമ്പോഴത്തേക്ക് രാത്രി 10 മണിയാവും, അല്ലെങ്കിൽ ഭാര്യ വരുമ്പം 10 മണിയാവും, കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 8-9 മണിയാകുമ്പോൾ കുഞ്ഞ് ഉറങ്ങാനായിട്ട് പോകും. അന്നേരം പിതാവിനെയും മാതാവിനെയും കണ്ട് അവരുടെ കരുതലില്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വീക്കെൻഡിൽ മാത്രം ഉള്ള കരുതൽ പോരാ, എല്ലാ സമയവും കരുതൽ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ് ടീനേജിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ടീനേജിലേക്ക് പ്രവേശിച്ചാൽ സാധാരണ കേസിൽ ടീനേജിൻ്റേതായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് കുഞ്ഞുങ്ങൾക്കുണ്ട്. നോർമൽ ബിഹേവിയറിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ നേരത്തെ ഉള്ള ഇൻട്രസ്റ്റ് പലതിലും ഇപ്പോഴില്ല. മൂഡൊക്കെ വേരി ചെയ്യുന്നതായിട്ട് കാണാം. പെട്ടെന്ന് തന്നെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന കാണാം. ക്ലോത്തിങ് സ്റ്റൈലിൽ വ്യത്യാസം വരും. സ്ലീപ്പിംഗ് ഹാബിറ്റിൽ വ്യത്യാസം വരും. അപ്പനോടും അമ്മയോടുമുള്ള ഇൻട്രാക്ഷൻസൊക്കെ കുറയുന്നതായിട്ട് കാണാം. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ടീനേജിലേക്ക് വരുമ്പോഴേ അവിടെ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ കൂടി വരുമ്പം പല ചേഞ്ചസ് അവർ ഉണ്ടാവും. എന്നാൽ അബ്നോർമലായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡിപ്രസീവായിട്ട് റൂമിൽ കയറി അടച്ചിട്ടിരിക്കുക, കൂടുതൽ സമയം ലോൺലിനെസ് ഇഷ്ടപ്പെടുക, ആരോടും മിണ്ടാതെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരികയാണെങ്കിൽ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് തേടാം. അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ സഹായിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓരോരുത്തർ ഇൻഡിവിജ്വൽ കേസായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവരുമായിട്ട് കുടുംബത്തിലെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അന്യോന്യം എൻകറേജ് ചെയ്യുകയും ഒക്കെ ഡിസ്കഷൻ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാല്യത്തിൽ നിന്ന് നിങ്ങളോട് ഇടപെടുന്ന രീതിയിലല്ലായിരിക്കും കൗമാരത്തിൽ കുഞ്ഞുങ്ങൾ പേരൻസിനോട് ഇടപെടുന്നത്. അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഈ പട്ടാള ചിട്ട ഒക്കെ പറഞ്ഞ് അവരെ ആ സമയത്ത് മാനസികമായിട്ട് അവരെ ഡിപ്രസ് ചെയ്യാനായിട്ട് ഉള്ള നിങ്ങൾ കൊടുക്കരുത്, പേരൻസ് കൊടുക്കരുത് എന്ന് പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വന്നു കഴിയുമ്പോൾ അതും കൊണ്ട് റൂമിൽ കയറി അവിടെ ഇരുന്ന് വേറെ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന വേറെ ലോകത്തിൽ പോകുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റൊക്കെ എല്ലാവരും കാണുന്നൊരു കോമൺ റൂമിൽ സെറ്റ് ചെയ്താൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ എപ്പോഴും ഒഴിവാകും. മാതാപിതാക്കളുടെ കരുതൽ, സപ്പോർട്ട്, അതുപോലെ ദൈവാശ്രയം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഞാൻ ആരുമല്ല എന്നൊരു ചിന്ത ഒരിക്കലും അവർക്ക് വരരുത്. അംഗീകാരം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അത് ഒരു വ്യക്തിയുടെ ഒരു ആവശ്യമാണ്. എന്തെങ്കിലും ചെയ്താൽ അംഗീകരിക്കുക, വ്യക്തിത്വം അംഗീകരിക്കണം.
ഏത് തീരുമാനവും, അവനെടുക്കേണ്ട എല്ലാ തീരുമാനവും അച്ഛനും അമ്മയും അല്ലെങ്കിൽ പേരൻസാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഉള്ളൊരു ചിന്തയല്ല, ഞാൻ ഈ വീട്ടിലെ അംഗമാണ് എന്നൊരു ചിന്ത അവനെ ഭരിക്കണം. ശരിയായ അന്തരീക്ഷം വീട്ടിലുണ്ടായാൽ തന്നെ അവൻ്റെ പഠനത്തിലും അവൻ അല്ലെങ്കിൽ അവളുടെ പഠനത്തിലും ഏറ്റവും എക്സലൻ്റ് ആവും. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഐക്യമാണ്. അത് മാത്രമല്ല, പേരൻസിൻ്റെ ഐക്യയിൽ നിന്ന് എൻ്റയർലി വിഭിന്നമായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ ഐക്യം, ഇൻ്റലിജൻറ്റ് കോഷ്യൻസ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയനുസരിച്ച് പലപ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കുകയില്ല. കാരണം അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ്, ഞാൻ ഇത്രയും നാൾ പഠിച്ച് ഇത്രയും വളർന്നു വന്നാണ്, നിനക്കൊന്നും അറിയത്തില്ല, ഞാൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് അവരോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ട് അവരെ അംഗീകരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചും ഈ ടീനേജ് വരുമ്പോഴത്തേക്ക് ഈ അവരെ അംഗീകരിക്കാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം അവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും അവരെ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇടവരും. നമ്മൾ അവരെ അംഗീകരിച്ചാൽ അവർ നമ്മളെയും അംഗീകരിക്കും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കൊച്ച് ഇങ്ങനെ പഠിക്കുന്ന ഒരു സമയത്ത്, ഒരു സ്കൂളിൽ അവർ പഠിക്കുകയായിരുന്നു, +1 പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന സമയത്ത് അമ്മ ഒരു പാവപ്പെട്ട വീട്ടിലാണ്, ആ കൊച്ച് ഒരു പാവപ്പെട്ട വീട്ടിലാണ്. എന്നാൽ ഈ അമ്മ എപ്പോഴും വലിയ എക്സ്പെക്റ്റേഷനിലാണ് അവളെക്കുറിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ പുറത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് അവൾ വലിയൊരു അവളുടെ കൂട്ടുകാരികളൊക്കെ കുറച്ച് സമ്പന്നമായിട്ടുള്ള ഒരു ഭവനത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അവൾ പുറത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് അവളും സംതിങ് ഗ്രേറ്റ് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് വന്നത്. എന്നാൽ എക്സാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവളെ മനസ്സിലാക്കിയും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയും അതുപോലെ അത് അവളുടെ കൂട്ടുകാരികളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ഹമ്പിൾനെസ് അവൾക്കില്ലായിരുന്നു. ഒരു ദിവസം എന്ന് വെച്ചാൽ അവളുടെ അമ്മ ഒരു തൊഴിലുറപ്പിന് പോയി വരുമാനം ഉണ്ടാക്കി അങ്ങനെയായിരുന്നു അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സ്കൂളിനടുത്തൊരു പണി വന്നിട്ട് ഈ അമ്മ സ്കൂളിന് വന്നിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് അവൾ പഠിക്കുന്ന സ്കൂളിലേക്ക് വന്ന് അവളെ ഒന്ന് കാണാനായിട്ടൊരു ശ്രമം നടത്താനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ അമ്മയെ അവൾ അക്സെപ്റ്റ് ചെയ്യുകയോ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനോ വിമുഖത കാണിച്ചു. കാരണം അമ്മ തൊഴിലുറപ്പാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. അതിൽ എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ഹരാസ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിനാൽ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോലും മാതാവിനെ സ്വന്തം മാതാവായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമായി തീർന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു പാവപ്പെട്ട ഒരു എക്സാമ്പിൾ പറയായിരുന്നു. ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ പബ്ലിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും അവരെ കുടുംബത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളെയൊക്കെ പേരൻസ് പ്രത്യേകിച്ചും ഈ ടീനേജിലെ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അവരെ വിളിക്കുന്ന വിളികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. മൃഗങ്ങളുടെ പേര്, കഴുത എന്താ ഞാൻ ബാക്കിയുള്ള കാര്യമൊന്നും പറയുന്നില്ല. പല മൃഗങ്ങളുടെ പേരിട്ട് വിളിക്കുക. അവരെന്തെങ്കിലും പരാജയപ്പെട്ടു പോയാൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോയാൽ അവരെ എൻകറേജ് ചെയ്യുന്നതിന് പകരം, നീ നശിച്ച് എൻ്റെ പൈസ എല്ലാം തീർക്കാൻ വേണ്ടി ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഹരാസ് ചെയ്ത് അവരെ സൈഡ് ലൈൻ ചെയ്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ പല കുടുംബങ്ങളിലുണ്ട്. കാരണം പേരൻസ് ആ രീതിയിൽ ഡെവലപ്ഡ് ആവാത്ത കുടുംബങ്ങളാണ് അത്. അവരെ അങ്ങ് ഹരാസ് ചെയ്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് തോറ്റു അല്ലെങ്കിൽ അവരെ എടുത്ത് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അടുത്ത വീട്ടിലെ പയ്യൻ നോക്ക്, അവൻ എത്ര മിടുക്കനാ, അവൻ ഇത്രയും മാർക്ക് വാങ്ങിച്ചില്ലേ, നീ എന്താ വാങ്ങാഞ്ഞ്, നിനക്കെന്താ പറ്റാഞ്ഞത് എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് ചവിട്ടിത്താഴ്ത്തുന്ന അനുഭവം പല ഭവനങ്ങളിലുമുണ്ട്. അത് തീർച്ചയായും തെറ്റാണ്. എവിടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരാജയം വന്നെങ്കിൽ ആ പരാജയത്തിൽ അവൻ്റെ തോളിൽ കൈയിട്ട്, നീ പരാജയം വന്ന ഈ പരാജയമല്ല അവസാനം, എന്നാൽ നമുക്ക് വീണ്ടും പഠിക്കാം, നമുക്ക് വീണ്ടും അതിൽ നിന്ന് എഴുന്നേൽക്കാം, ഇങ്ങനെയുള്ള രീതിയിൽ അവരെ എൻകറേജ് ചെയ്ത് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ 1, 2, 3 നിങ്ങൾ ഹരാസ് ചെയ്യുന്നതനുസരിച്ച് പരാജയം കൂടിക്കൊണ്ടേ വരും. അവസാനം എന്താണ് കേരളത്തിലെ
ഒരുപാട് ആത്മഹത്യ നടക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഭവനത്തിൽ വേണ്ട രീതിയിൽ അവരെ അംഗീകരിക്കുന്നില്ല, അവരെ ട്രെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വീഴുന്നതല്ല പരാജയം, പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്ക് വേണമെങ്കിലും വീഴാം. വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുമ്പോഴേ ഒരു കൈ കൊടുക്കുക. പേരൻസിനെ സംബന്ധിച്ച് ഒരു കൈ കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി, ഓ നിന്നെ പ്രസവിക്കേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. നിന്നെ പ്രസവിക്കേണ്ടായിരുന്നു, ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊന്നും ഇങ്ങനെ ഒരിക്കലും പറയരുത്. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ പേര് എപ്പോഴും അങ്ങ് ഉപദേശമാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപദേശം. ഈ ഉപദേശം കേട്ടിട്ട് കുഞ്ഞുങ്ങളങ്ങ് ഹരാസ്ഡ് ആകുകയാണ്. ഇത് തന്നെ കേൾക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. അത് അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ. 60 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 50 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 40 വയസ്സിന് മുമ്പ് ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് നിങ്ങൾ മൊബൈൽ പോലും കണ്ടിട്ടില്ല. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈലിലാണ് ഇരിക്കുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, പുതിയ ജനറേഷനിലൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ അവരുടെ ഡെവലപ്മെൻറ്റൊക്കെ തന്നെ ഇത്തിരി വ്യത്യാസമാണ്. അത് ഈ 2000-ന് ശേഷം ഉള്ള ജനറേഷനാണ് ഒത്തിരി വ്യത്യാസമാണ് പല കാര്യങ്ങളിലെ. അതുകൊണ്ട് അവരെ അംഗീകരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. ഏറ്റവും പ്രധാനമായിട്ട് ടീനേജിൽ അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പ്രധാനമായിട്ട് നമ്മൾ ഈ ടീനേജിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങൾ പറയുന്നത് ഇതാണ്, ഞങ്ങൾ പഴയതുപോലല്ല, ഞങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. പണ്ടൊന്നും അത്രയും ഇല്ലായിരുന്നു. ചിലർക്ക് IQ കുറഞ്ഞിരിക്കും, കൂടിയിരിക്കും. ഇപ്പം ട്യൂഷൻ എല്ലാവരും പോകുന്നു. ചിലരെല്ലാം ട്യൂഷന് പോയിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് ട്യൂഷനില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അന്നേരം അപ്പൻ എന്താ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്ന് നിനക്കറിയാമോ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ എത്ര പാടുപെട്ടാണ് പഠിച്ചത്. അന്നത്തെ കാലത്ത് ഞാൻ പശുവിനെ നോക്കി, ആടിനെ വളർത്തി, പുല്ല് പറിച്ച് ഇതെല്ലാം ചെയ്തു. ശരിയായിരിക്കാം, നിങ്ങളതെല്ലാം ചെയ്തായിരിക്കും വളർന്നത്. എന്നാൽ ഇപ്പോഴത്തെ തലമുറ ആ രീതിയിലല്ല വളരുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ പശുവില്ല, പുല്ല് പറിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അത് മാത്രമല്ല, അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ സിലബസ് അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണ്. നിങ്ങൾ പഠിച്ചപ്പം പഠിക്കുന്ന സിലബസ് അല്ല ഇപ്പം പഠിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാതെ അവരും കഷ്ടപ്പെടുന്നു, നിങ്ങളെക്കാളും കൂടുതൽ അവരും കഷ്ടപ്പെടുന്നു പഠിക്കാനായിട്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പിതാക്കന്മാരും മാതാക്കന്മാരും കുഞ്ഞുങ്ങളോട് ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എത്ര മാതാപിതാക്കൾ ചോദിച്ചിട്ടുണ്ട് ടീനിലെ ഏജിൽ, അവർ 10 വയസ്സ് കഴിഞ്ഞ് 10, 11, 12, 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, വാട്ട് ഈസ് യുവർ എയിം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? ഈ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. പ്രത്യേകിച്ചും ഈ കൗമാരപ്രായത്തിലേക്ക് വരുമ്പോഴേ ഒരുപാട് അവരിലുള്ള ഉള്ളിലുള്ള പല ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ പല ഹാബിറ്റുകൾ, പല അക്വേർഡായിട്ടുള്ള പല കഴിവുകൾ അവർ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ചിലർക്ക് പാട്ട് പാടാനുള്ള താല്പര്യങ്ങളായിരിക്കാം, ചിലർക്ക് കവിത എഴുതാനോ ലിറ്ററേച്ചറിലുള്ള താല്പര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. അതുപോലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ഉള്ളിലുള്ള ചില താല്പര്യങ്ങൾ അവർ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ചിന്ത ഇതാണ്, എൻ്റെ മോനെ ഡോക്ടറാക്കണം, എൻ്റെ മോനെ എഞ്ചിനീയറാക്കണം, അല്ലെങ്കിൽ എൻ്റെ മോനെ IT പ്രൊഫഷണലാക്കണം. ഇങ്ങനെയുള്ള ചിന്തയല്ല വേണ്ടത്. അത് വേണ്ടാന്നും, അത് ഒരു ലിമിറ്റ് വരെ നല്ലതായിരിക്കും അവർ ആ രീതിയിൽ ട്രെയിൻഡായി വരുന്നെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹാബിറ്റ്, അവരുടെ നേച്ചർ എന്താണ്? ചില ആൾ നന്നായിട്ട് പ്രസംഗിക്കും, ചില ആൾക്ക് ഒരുപാട് വായിക്കാൻ താല്പര്യമുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ നന്നായിട്ട് പ്രാവീണ്യം നേടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ പിടിച്ചിട്ട് നിന്നെ എഞ്ചിനീയറാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മാത്സിന് യാതൊരു താല്പര്യമില്ലാത്തവനെ പിടിച്ച് മാത്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലൈഫ് ഫെയിലറായി പോകുന്നൊരവസ്ഥ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അവരുടെ ഹൃദയത്തിലുള്ള അഭിലാഷം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനും അവരുമായിട്ടുള്ളൊരു അംഗീകരണം ഭവനത്തിലുണ്ടാവണം. അവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കുടുംബത്തിൽ നിന്ന് ആണെന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓരോരുത്തരും ഓരോ സീക്രട്ട് ഫയൽസുമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും നടക്കുന്നത്. അത് ആരോടും അവർ പറയില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അവരോട് തന്നെ
അവരുടെ ഒരു പാർട്ടായി, അവരുടെ ഒരു മറ്റുള്ളൊരു ഫ്രണ്ടിനെ പോലെ തന്നെ അവരോട് പറഞ്ഞാൽ, അവരോട് കൂടെ ഇരുന്നാൽ മാത്രമേ അതവർ പറയുള്ളൂ. അല്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെയാണ് ജീവിച്ചേ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാലേ പറ്റത്തില്ല. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം, ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ല, അവരെ ഒന്ന് കിസ് ചെയ്യുകയും ഒന്ന് ടച്ച് ചെയ്യുകയും ഒന്ന് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്ത് മോനെ മോളെ എന്ന് പറഞ്ഞ് അവളെ സ്നേഹിക്കാനായിട്ട് കരുതാനായിട്ട് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അല്ല ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ പിന്നീട് വരും. കൂടുതലും കുഞ്ഞുങ്ങൾ ഓർക്കുന്നത് മാതാപിതാക്കളുടെ ശിക്ഷയെക്കുറിച്ചാണ്. ഒരിക്കലും മറക്കാത്തൊരനുഭവം പറയാമെന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞും പറയുന്നത് മാതാവോ പിതാവോ ശിക്ഷിച്ച കാര്യമാണ്, അല്ലെങ്കിൽ അവർ മാനസികമായി പീഡിപ്പിച്ച കാര്യമാണ് പറയുന്നത്. അല്ലാതെ മാതാവും പിതാവും ഒരു നല്ല കാര്യം ചെയ്ത് എന്നുള്ളത് പറയുവാനായിട്ട് ചുരുക്കം ആളുകൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മക്കളോടൊത്ത് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പ്രതിപക്ഷ ബഹുമാനത്തോട് നിങ്ങൾ സംസാരിക്കണം. നമുക്ക് ഈ വിഷയം വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ടീനേജേഴ്സുമായിട്ട് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, ശരിക്കും ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 13 തൊട്ടാണ്. എന്നാൽ ഇപ്പോഴത് കുറച്ചും കൂടെ മുമ്പോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ടാക്കിയിരിക്കുക. 10 വയസ്സിന് കഴിഞ്ഞിട്ട് അവർക്ക് അവരെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ 19 വയസ്സ് വരെ, 17, 18, 19 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ അവരെ ഏത് രീതിയിൽ, 10 തൊട്ട് 18 വയസ്സ് വരെ എടുത്താൽ മതി, 18 വയസ്സ് വരെ അവരെ ഏത് രീതി ഡീൽ ചെയ്യണം എന്നുള്ള ചുരുക്കമായിട്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നേരം അവരെ അംഗീകരിക്കണം. ആദ്യം പറഞ്ഞത് അവരോട് അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത് അവരെ മനസ്സിലാക്കണം. അന്നേരം അവരെ അംഗീകരിക്കുക, അവരെ മനസ്സിലാക്കുക, ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അവരുടെ നേച്ചറിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് അവർ നേച്ചർ മാറുന്നത്. ഇനി ഈ സമയങ്ങളിൽ വന്നു കയറുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 എപ്പിസോഡും ഉണ്ട്. ഈ ടീൻ്റെ ഇഷ്യൂസ് നമുക്ക് തീരും എന്ന് വിചാരിക്കുന്നു. തുടർമാനമായി ഇത് ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ കർത്താവെ അവരെ കരുതണം, അവരെ വളർത്തണം എന്നുള്ള ചിന്തകളാണ് ഞങ്ങൾ കർത്താവെ സംസാരിക്കുന്നത്. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം ഭവനങ്ങളിൽ കർത്താവെ റിബല്യസ് ആയിട്ട് നേച്ചറിലിരിക്കുന്ന ടീനേജേഴ്സ് ഉള്ള ഭവനങ്ങൾ കർത്താവെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയിൽ നിൽപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണം. അവരെ അതനുസരിച്ച് ട്രെയിൻ ചെയ്യുവാനായിട്ട് കർത്താവെ മാതാപിതാക്കളെ ഇടവരുത്തണം. അവരെ അംഗീകരിക്കുവാനും അവരോട് കർത്താവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അവരെ മനസ്സിലാക്കുവാനും കർത്താവെ മാതാപിതാക്കൾക്ക് കൃപ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കർത്താവെ അതൊക്കെ കുടുംബം പണിയുമ്പോഴേ അതെല്ലാം സെറ്റിൽ ചെയ്യുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ ശക്തിയോടുകൂടി ഇത് കർത്താവെ, നിൻ്റെ വചനം കർത്താവെ അവിടെയൊക്കെ ചെന്നിട്ട് അവിടെയൊക്കെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെയൊക്കെ അനുഗ്രഹിക്കണം കർത്താവെ. ഇത് നിൻ്റെ കരങ്ങളിലേക്ക്, ഈ വിഷയങ്ങളൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തുടർമാനമായിട്ടത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ടീനേജിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അവർ തുടർമാനമായിട്ട് കാണണം. നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.